ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ഇന്ന് പുലർച്ചെയാണ് വേൾഡ് കപ്പിനുള്ള അർജന്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചത്. മെസ്സി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ ഈ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ചില പ്രധാനപ്പെട്ട താരങ്ങൾക്ക് സ്ക്വാഡിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്, അഥവാ ഇടം ലഭിക്കാതെ പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള താരങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണ്. ഒരാൾ മാർക്കോസ് അക്യൂഞ്ഞയാണ്. ആരാധകരെ അത്ഭുതപ്പെടുത്തിയ ഒരു നീക്കമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അക്യൂഞ്ഞയ്ക്ക് സ്ഥാനം ലഭിക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷെ അവസാന നിമിഷം ഫക്കുണ്ടോ മെഡീന അദ്ദേഹത്തിന്റെ സ്ഥാനം കൈക്കലാക്കി എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു താരം ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയാണ്. ഇത് ഇന്നലെ തന്നെ ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റയൽ താരമായ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനക്ക് ഈയൊരു ടീമിൽ ഇടം ലഭിക്കില്ല എന്നുള്ളത്. ഈ സീസണിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. മോശം പ്രകടനമായിരുന്നു മസ്റ്റാൻഡുവോന നടത്തിയിരുന്നത്. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ടീമിലേക്കുള്ള സ്ഥാനം നിഷേധിക്കപ്പെട്ടത്. മറ്റൊരു താരം എമിലിയാനോ ബൂണ്ടിയയാണ്. ഇദ്ദേഹത്തിൽ സ്കലോണിക്ക് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. സമീപകാലത്ത് ബൂണ്ടിയ മികച്ച പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിട്ടില്ല. ലോ ചെൽസോ സ്ഥാനം നേടുകയും ചെയ്തു. മറ്റൊരു താരം മാർക്കോസ് സനസിയാണ്. ടീമിൽ നിന്നും അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ട താരമാണ് സനസി. അതായത് ഒരു ഡിഫൻഡറെ കൊണ്ടുവരണോ അതല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരണോ എന്ന കാര്യത്തിൽ സ്കലോണിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സനസിയെ ഒഴിവാക്കിക്കൊണ്ട് ഫ്ലാക്കോ ലോപ്പസിനെ തിരഞ്ഞെടുക്കാൻ സ്കലോണി തീരുമാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവസാന നിമിഷം ടീമിൽ നിന്നും പുറത്തു പോയ ഒരു താരമാണ് മാർക്കോസ് സനസി. അതുപോലെ തന്നെ അഗുസ്റ്റിൻ ഗിയായിക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ല. നേരത്തെ സ്കലോണി പരിഗണിച്ചിരുന്ന ഒരു താരമാണ് അഗുസ്റ്റിൻ ഗിയായി. കൂടാതെ മാക്സിമോ പെറോൺ, മറ്റിയാസ് സുലെ, ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി, ടാറ്റി കാസ്റ്റയനോസ് ഇവരെല്ലാവരും പ്രധാനപ്പെട്ട താരങ്ങളാണ്. ഇവർക്കൊന്നും തന്നെ അർജന്റീന സ്ക്വാഡിൽ ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചില സുപ്രധാന താരങ്ങൾ പുറത്തായി. എന്നിരുന്നാലും മികച്ച ഒരു സ്ക്വാഡിനെ തന്നെയാണ് ഇപ്പോൾ സ്കലോണി പ്രഖ്യാപിച്ചിട്ടുള്ളത്. താരബാഹുല്യം നന്നായി ഉള്ള ഒരു ടീമാണ് അർജന്റീന. ഒരുപാട് സൂപ്പർ താരങ്ങളെ അവർക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട താരങ്ങളെ സ്കലോണിക്ക് ഒഴിവാക്കേണ്ടി വന്നു. എന്നിരുന്നാലും ഏറ്റവും മികച്ച ഒരു ടീമിനെ തന്നെയാണ് സ്കലോണി പ്രഖ്യാപിച്ചത് എന്നാണ് ഇപ്പോൾ പലരുടെയും അഭിപ്രായം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.